ഇവിടെ ഹീറോയിനോട് അവളുടെ ബോയ് ഫ്രണ്ട് വന്ന് ബ്രേക്കപ്പ് പറയുന്നു. കാരണം ഹീറോയിൻ ഒരു മീൻപിടുത്തക്കാരിയാണ്. അത് മാത്രമല്ല ഇപ്പോ ഇവൻ കണ്ടുവച്ചിരിക്കുന്ന പെൺകുട്ടി കുറച്ച് റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ ഇവൻ ഹീറോയിനെ ഇപ്പോ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇവൾക്ക് നല്ല ഫീൽ ആവുന്നുണ്ട്. അതിനുശേഷം അവരുടെ ആ ഒരു വിവാഹം നടക്കാൻ പോവാണ്. പക്ഷെ ഹീറോയിൻ അവിടെ ജസ്റ്റ് നോക്കിക്കൊണ്ട് നിൽക്കുക മാത്രമാണ്. എന്നാൽ അവളെ ആ നാട്ടിലെ ആർക്കും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇവളെ തലി താഴെയിടുന്നു. സോ ഇവളുടെ ബോയ് ഫ്രണ്ട് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വിചാരിക്കുന്നത് ഹീറോയിൻ മനഃപൂർവ്വം ആ കല്യാണം മുടക്കാൻ വന്നതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവളെ എങ്ങനെയൊക്കെ അപമാനിക്കാവോ അങ്ങനെയൊക്കെ തന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാറ്റിക്കുന്നു. എന്നാൽ ഹീറോയിൻ അവരോട് അവിടെ ഉണ്ടായിരുന്ന ഹീറോയുടെ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചിട്ട് കോടീശ്വരനായിട്ടുള്ള ഇദ്ദേഹം തന്നെ എന്നെ വിവാഹം കഴിക്കും, നിങ്ങളൊക്കെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നു. പക്ഷേ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവൾക്ക് ഒരു പരിചയമില്ലാത്ത ഹീറോ നേരിട്ട് ഇവളുടെ അടുത്തേക്ക് വന്ന് അവന്റെ ഫിയാൻസി ആവാനായിട്ട് ക്ഷണിക്കുന്നു. ഇവൻ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവന്റെ മുത്തശ്ശന് കോടികൾ വരുന്ന സ്വത്ത് ഈ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാലും മാത്രമേ ആ ഒരു സ്വത്തിന്റെ എല്ലാം സിഒ സ്ഥാനം കൊടുക്കൂ എന്ന് പറഞ്ഞിരുന്നു. സോ അതുകൊണ്ടാണ് ഇപ്പൊ ഹീറോ ഇവളെ തപ്പി എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക.